ഫുട്ബോൾ ലോകത്ത് ഇനി ക്ലബ് ലോകകപ്പിന്റെ ആവേശമാണ്. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 5:30 നടക്കുന്ന മത്സരത്തിൽ ലയണൽ മെസ്സിയുടെ ഇന്റർ മയാമി ഈജിപ്ഷ്യൻ ക്ലബ് അൽ അഹ്ലിയെ നേരിടും. അനിൽ വാസുദേവ് തയ്യാറാക്കിയ എക്സ്പ്ലെയിനറിലേക്ക്. കെട്ടിലും മട്ടിലും പുതുമകൾ ഏറെയുണ്ട് ഇത്തവണത്തെ ഫിഫ ക്ലബ്ബ് ലോകകപ്പിന്. വൻകരകളുടെ ചാമ്പ്യന്മാരായ 6 ടീമുകൾ ഏറ്റുമുട്ടുന്ന ഒരാഴ്ച ടൂർണമെന്റിന് പകരം ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ക്ലബ് ഫുട്ബോളിലെ വമ്പൻ ടീമുകൾ മുഖാമുഖം എത്തുന്ന ഇമിണി വലിയ ടൂർണമെന്റിനാണ് ഫിഫ കളമൊരുക്കുന്നത്. അമേരിക്കയിലെ 11 നഗരങ്ങളിലെ 12 സ്റ്റേഡിയങ്ങളായി നടക്കുന്ന ടൂർണമെന്റ് അടുത്ത വർഷം ഇവിടെ നടക്കുന്ന ഫിഫ ലോകകപ്പിന്റെ ടീസർ കൂടിയാണ്. ആറ് കോൺഫെഡറേഷനുകളിൽ നിന്നായി 32 ടീമുകളാണ് ക്ലബ് ഫുട്ബോളിലെ ലോക ചാമ്പ്യൻ പട്ടത്തിനായി പോരടിക്കുക. യൂറോപ്പിൽ നിന്ന് 12, ഏഷ്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും 4 വീതവും, അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് 10, ഓഷ്യാന മേഖലയിൽ നിന്ന് 1, പിന്നെ ആതിഥേയ രാഷ്ട്രമായ അമേരിക്കയിൽ നിന്നുള്ള ഇന്റർ മയാമിയുമാണ് മത്സരരംഗത്ത്. 4 ടീമുകൾ വീതമുള്ള 8 ഗ്രൂപ്പുകളിലായാണ് പ്രാഥമിക റൗണ്ട് മത്സരം. ഓരോ ഗ്രൂപ്പിൽ നിന്നും 2 ടീമുകൾ വീതം പ്രീ ക്വാർട്ടറിന് യോഗ്യത നേടും. പിന്നെ ക്വാർട്ടറും സെമിയും ജൂലൈ 14 നടക്കുന്ന കലക്കൻ ഫൈനലും. നോക്കൌട്ട് മുതൽ നിശ്ചിത സമയത്ത് ജേതാക്കളെ കണ്ടെത്താനായിട്ടില്ലെങ്കിൽ എക്സ്ട്രാ ടൈമും പെനാൽറ്റി ഷൂട്ടൗട്ടുമുണ്ട്. ഇന്റർ മയാമിയുടെ ലിയോണൽ മെസ്സി, റയൽ മാഡ്രിഡിന്റെ കിലിയൻ എംബാപ്പെ, മാഞ്ചസ്റ്റർ സിറ്റിയുടെ എർലിംഗ് ഹാലൻഡ്, ബയേൺ മ്യൂണിക്കിന്റെ ഹാരി കെയ്ൻ, PSG-യുടെ ഉസ്മാൻ ഡെംബേലെ. താരത്തിളക്കത്തിന് ഒട്ടും കുറവില്ല. എന്നാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയും ലെമിൻ യമാലും നെയ്മാർ ജൂനിയറും ടൂർണമെന്റിന്റെ നഷ്ടങ്ങളാണ്. $100 കോടി അഥവാ ഏകദേശം 8,558 കോടി രൂപയാണ് ക്ലബ്ബ് ലോകകപ്പിലെ ആകെ സമ്മാനത്തുക. വിജയികൾക്ക് ഏകദേശം 1,070 കോടി രൂപ ലഭിക്കും. അതിനപ്പുറം ഫുട്ബോളിൻ്റെ ഭൂതകാലവും വർത്തമാനകാലവും ഭാവിയും എല്ലാം പ്രതിനിധാനം ചെയ്യുന്ന കൊത്തുപണികളുള്ള സുവർണ ട്രോഫിയിലായിരിക്കും ക്ലബ്ബുകളുടെ എല്ലാം കണ്ണ്.